ട്വൽത്ത് മാൻ. റേഞ്ച് ഇല്ല ഫോണിന്, ഇല്ല. റൂമിൽ കയറിയാൽ മാത്രം വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഷൂട്ടിന്റെ സമയത്ത് ആരും ഫോൺ എടുക്കില്ല. എല്ലാവരും ഒരു 11 മണിയാകുമ്പോഴത്തേന് എണീക്കും. എന്നിട്ട് ഗെയിമും സ്വിമ്മിംഗ് പൂളിൽ ചാട്ടവും കാര്യങ്ങളും ഒക്കെ, രാത്രി ഓജോ ബോർഡ് കളിക്കലും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അതായിരിക്കും കൊറോണ കൊണ്ട് കിട്ടിയ ഒരു ഗുണം. ഏറ്റവും എൻജോയ് ചെയ്ത ഒരു ഷൂട്ടിംഗ് സെറ്റ് ഏതായിരിക്കും? അത് ചന്ദ്രേട്ടൻ എവിടെയാ അങ്ങനെ തന്നെ ചെയ്തതാണ്. ദിലീപേട്ടന്റെ കൗണ്ടറുകളും തമാശകളും സാധനങ്ങളും ഒക്കെ ഭയങ്കര ഇതായിരുന്നു. ഇതിഹാസ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്ത പടമാണ്. ഡയമണ്ട് നെക്ലേസ് ഓക്കെ, പക്ഷെ എനിക്ക് തോന്നുന്നു ഒത്തിരി പിന്നെ ട്വൽത്ത് മാൻ ഭയങ്കര ചില്ലായിരുന്നോ? എന്ന് വെച്ചാ കൊറോണ കഴിഞ്ഞിട്ട് കേറുകയാണ് റിസോർട്ടിൽ, നമ്മളെല്ലാം RT-PCR എടുത്ത് കയറ്റിയിരിക്കുകയാണ്. വെളിയിറങ്ങാൻ പറ്റുള്ളൂ. റേഞ്ച് ഇല്ല ഫോണിന്, ഇല്ല. റൂമിൽ കയറിയാൽ മാത്രം വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഷൂട്ടിന്റെ സമയത്ത് ആരും ഫോൺ എടുക്കില്ല, പുറത്തല്ലേ ഷൂട്ട്. എല്ലാരും ഗെയിമും. രാത്രിയാണ് ഷൂട്ട്, രാത്രി ഫുള്ള്. അപ്പൊ എല്ലാരും ഒരുമിച്ചുണ്ടായിരിക്കും. ഫുഡ് കഴിക്കല്, ആ പാർട്ടിയാണല്ലോ എപ്പോഴും. മറ്റേ പാർട്ടിയുടെ ഷോട്ടിന് വരുമ്പോ എല്ലാവരുടെയും മുമ്പിലെ പ്ലേറ്റ് ശൂന്യമായിരിക്കും. ഇതായിരിക്കും സംഭവം. ഇടയ്ക്ക് മഴ പെയ്യും, നമ്മള് ഷെഡിനകത്ത് കയറി നിൽക്കും. പിന്നെ ഒരു രാവിലെ 5 മണിക്കൊക്കെ ആയിരിക്കും ഉറങ്ങാൻ പോവാ. ശരിക്കും 4 മണി വരെ നമുക്ക് കിടന്നുറങ്ങാം, പക്ഷെ എല്ലാവരും ഒരു 11 മണിയാകുമ്പോഴത്തേന് എണീക്കും. എന്നിട്ട് ഗെയിമും സ്വിമ്മിംഗ് പൂളിൽ ചാട്ടവും കാര്യങ്ങളും ഒക്കെ, രാത്രി ഓജോ ബോർഡ് കളിക്കലും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? നിങ്ങൾ പ്രേതത്തെയൊക്കെ വരുത്തിയോ? എന്നിട്ട് ഇതെല്ലാരും നമ്മൾ ഏറ്റവും എനിക്ക് തോന്നുന്നു ഈ ഒരു 10-11 വർഷത്തെ എന്റെ സിനിമയിലെ ലൈഫില്, സിനിമയിൽ എനിക്ക് ലൈഫ് ലോങ് എനിക്ക് വേണം എന്ന് പറഞ്ഞ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയതും ഏറ്റവും അടിച്ചു പൊളിച്ച്. അത് ഞങ്ങളുടെ കൂടെ ഏറ്റവും ജോളിയായിട്ട് നിൽക്കുന്നത് ജിത്തു സാറും ജിത്തു സാറിന്റെ വൈഫും തന്നെയാണ്, ലിന്റെ ചേച്ചിയാണ്. അത്രയും ജോളിയായിട്ട് അടിച്ചു പൊളിച്ച് നിന്നൊരു സെറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായിരിക്കും കൊറോണ കൊണ്ട് കിട്ടിയ ഒരു ഗുണം. കൊറോണ കൊണ്ട് മെച്ചമുണ്ടാക്കിയ ആൾക്കാരും ഉണ്ട് ഇവിടെ. കാരണം എനിക്ക് ശരിക്കും പൊതുവെ ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ഇത് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കും, മിണ്ടും, എന്തെങ്കിലും കാര്യം വന്ന് നമ്മൾ മെസ്സേജ് ചെയ്യും, വാട്സപ്പ് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിലൊക്കെ കോൺടാക്ട് ഉണ്ട് എന്നതല്ലാണ്ട് ഫ്രീ ആകുമ്പോൾ മീറ്റ് ചെയ്യുക, ഫുഡ് കഴിക്കാൻ പോവുക, പുറത്ത് പോവുക, അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം കിട്ടിയതും തുടങ്ങിയതും ശരിക്കും 12th മാൻ എന്നാണ്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അതിഥിയും അനുമോഹൻ, അനുവിന്റെ വൈഫ്, ഞാന്, ചന്തു ചേട്ടൻ, ഇത്രയും പേരാണ് കുറച്ചും കൂടി ഒരു ക്ലോസ്. ബാക്കിയെല്ലാം അനു സിതാരയാണെങ്കിലും ലിയോ ആണെങ്കിലും എല്ലാവരും കോൺടാക്റ്റിലുണ്ട്. എന്നാലും ഒരു പൊടിക്ക് സ്നേഹവും ഞങ്ങൾ ഇത്ര പേരുമാണ്. അനുവിന്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്താണ്? മൊത്തം പോയി എനിക്കാണോ? ഒന്നുമില്ല, മുഖത്തൊന്നും ഒരു കുരു പോലും ഇല്ല. ഞാനാണെങ്കിൽ മേക്കപ്പ് ഇട്ടിട്ടും പറ്റുന്നില്ല. ഒരുപാട് പരീക്ഷണങ്ങളൊന്നും നടത്താറില്ല. ഭയങ്കര സെൻസിറ്റീവാ സ്കിന്ന്. ഓയിൽ കണ്ടന്റ് ഉള്ള ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് അധികം ഈ കൊറേ ശരിക്കും നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. കുരുക്കൾ പെട്ടെന്ന് വരും. അതൊക്കെയാന്ന് തോന്നുന്നു എന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ പ്രോപ്പർ ആയിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട്, മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട്, യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെ പീൽ ചെയ്യാറുണ്ട് മന്ത്ലി പോയിട്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഭയങ്കര വലിയ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ആളാണ്.